എല്ലാവർക്കും നമസ്കാരം. ഞാൻ രോഹിണിയാണ്. നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ 2ാം പാർട്ടിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിത് വരച്ച് റെഡിയാക്കി. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുക. നമുക്കിനി അതിൻ്റെ കട്ടിങ്ങിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളിനിയും ആദ്യമായിട്ട് വെട്ടാൻ പോകുന്നത് ബാക്ക് നെക്കാണ് വെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ കട്ട് ചെയ്യുക. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഷോൾഡറിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യുകയാണ്. 4 പീസായിട്ടിരുന്നതല്ലേ, അത് നമുക്കത് കട്ട് ചെയ്ത് വേർപെടുത്തി വെക്കണം. എന്നിട്ട് ആം ഹോൾ വെട്ടുകയാണ്. ആം ഹോള് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടും ബാക്കും കൂടെ ഒന്നിച്ചിട്ടാണ് വെട്ടുന്നത്. മറു സൈഡ് കാണുന്നത് സ്ലീവിന് വരച്ചിട്ടുള്ളതാണ്. അങ്ങനെ അത് ഷേപ്പിലേക്ക് വെട്ടിക്കൊണ്ട് പോവുകയാണ്. ഷേപ്പ് വരച്ച് വെച്ചിരിക്കുന്നത് പ്രകാരം ചുരിദാർ കട്ടല്ലേ, അങ്ങനെ വെട്ടിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഷേപ്പ് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുത്ത് വെട്ടുന്നു. ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞല്ലോ, ഫ്രണ്ട് പീസ് വെട്ടുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് കൈക്കുഴി 1/2 ഇഞ്ച് കയറ്റിയെടുത്ത് വെട്ടുന്നതാണ്. അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇന്നലെ തന്നെ അത് വരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയും പീസ് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. 290 പീസാണ് ബാലൻസ്, അത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. വരച്ച് വെച്ചിട്ടുണ്ട്, സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ബാക്കി പീസുകൾ ക്രോസ് പീസിനും മറ്റ് നെക്ക് തയ്ക്കുന്നതിനുമൊക്കെ ആയിട്ട് നമുക്കെടുക്കാം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാലൻസ് വന്നതിൽ കുറച്ച് പീസ് ബാക്കിയുണ്ട്, അത് നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ അതിൻ്റെ ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. അപ്പോഴേ ചുരിദാർ കട്ട് നൈറ്റിയാണ് നമ്മുടെ നൈറ്റികളിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നതും കട്ട് ചെയ്യാൻ പറ്റുന്നതും. അളവും കാര്യങ്ങളും എല്ലാം വളരെ സിമ്പിളാണ്. ഇതിനകത്ത് വലിയ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ നൈറ്റിയാണ് ചുരിദാർ കട്ടെന്ന് പറയുന്നത്. ഇനി പാർട്ട് 3 കാണാം നമുക്ക്.